ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് സാന്ദർഭികമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഗവർണറുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ടെടുക്കുന്ന അനുകൂല സമീപനം പരസ്പര സഹകരണത്തോടെ നീങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ആ സെനറ്റ് പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറുടെ സെനറ്റ് പട്ടികയിൽ കോൺഗ്രസും ലീഗും എല്ലാം ഉൾപ്പെടുന്നത്. അവരെ മെറിറ്റ് നോക്കി എന്ന് പറഞ്ഞൊഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിക്കുന്ന രൂപം കൊടുക്കുന്ന ഒരു പട്ടിക അത് മെറിറ്റുള്ള പട്ടികയല്ല എന്ന് ബോധ്യപ്പെട്ട് എന്ന നിലപാടെടുത്ത് അതിൽ ഉൾപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് ഈ പദവി വേണ്ട എന്ന് പറയാനൊരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ ഇവർക്ക് കഴിയുന്നതേയില്ല. ആ പദവി ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ ആ ക്ഷണം തള്ളിക്കളഞ്ഞുകൊണ്ട് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ സംഘ്പരിവാറിനൊപ്പം നിൽക്കുന്ന അനുകൂല രാഷ്ട്രീയം വളരെ പരസ്യമായി സ്വീകരിച്ച് നിന്നിട്ടത് തിരുത്തി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷേ അത് നിയമപരമായ ഒരു വലിയ പോരാട്ടത്തിലാണ്. ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. അതിൽ കേരള സർവകലാശാലയിൽ നിന്ന് പോയ കുട്ടികളാണ്. അതായത് ചാൻസലർ ഈ കലാ, കായികം, അതുപോലെ ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം ഈ 4 മേഖലകളിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല തയ്യാറാക്കി ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് കൊടുത്ത പട്ടികയിലുണ്ടായിരുന്ന കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് ABVP-കാരെ അതിനകത്തേക്ക് വെച്ചത്. അതെങ്ങനെ അവരുടെ മെറിറ്റ് എങ്ങനെ കണ്ടെത്തി എന്ന ചോദ്യത്തിന് ഒന്നും ഉത്തരവില്ല. അത് എൻ്റെ വിവേചനാധികാരം, ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ബോധ്യമെന്ന മട്ടിൽ അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ അത് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ കോടതി പ്രാഥമികമായി തന്നെ അതിൽ ഇടപെട്ട് ആ ഉത്തരവൊന്ന് സ്റ്റേ ചെയ്തിരുന്നു. ഇന്ന് ആ കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉമേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു പൊതുസ്ഥിതി, പൊതുരീതി, പൊതുകാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയും. ശരത്ത്, ഈ കേസിൽ ഇന്ന് ഈ ഹർജിയിൽ കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കൽ ഇന്ന് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ കോടതി പരിഗണിച്ചപ്പോൾ ഇന്ന് വാദം കേൾക്കാൻ വേണ്ടിയാണ് മാറ്റിയത്. 4 വിദ്യാർത്ഥികൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈസ് ചാൻസലർ നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ട പിന്നീട് ചാൻസലർ പുറത്താക്കിയ 4 വിദ്യാർത്ഥികൾ അരുണിമ അശോക്, TS കാവ്യ, നന്ദകിഷോർ, PS അവൻസൻ ഈ 4 വിദ്യാർത്ഥികളാണ് ഈ ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച വേളയിൽ തന്നെ കോടതി ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട്, അതുകൊണ്ട് വിശദമായി വാദം കേട്ട ശേഷം അതിലൊരു തീരുമാനമെടുക്കാം എന്നൊരു നിലപാട് കോടതി എടുക്കുന്നു എന്ന് മാത്രമല്ല, ചാൻസലർ ഈ 4 വിദ്യാർത്ഥികളെ, അതായത് ഇവരെ തള്ളി മറ്റ് 4 പേരെ ABVP ഭാരവാഹികളായ 4 പേരെ ഉൾപ്പെടുത്തിയ ആ പട്ടിക കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് വിശദമായി വാദം കേൾക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചാൻസലറുടെ നടപടി ചട്ടവിരുദ്ധമാണ്. സർവകലാശാല നിയമം 17(3) പ്രകാരമുള്ള ആ ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നാണ് ഈ വിദ്യാർത്ഥികൾ വാദിക്കുന്നത്. അതായത് തങ്ങളെക്കാൾ യോഗ്യത കുറഞ്ഞവരെയാണ് ചാൻസലർ ഈ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇവരുടെ യോഗ്യത സംബന്ധിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. ശാസ്ത്ര വിഷയത്തിലും ഹ്യൂമാനിറ്റീസിലും ഒപ്പം കലാ, കായിക മേഖലകളിലുമൊക്കെ മികച്ച സംഭാവന നൽകിയവരാണ്, മികച്ച നേട്ടം കൈവരിച്ചവരാണ്, റാങ്ക് ഹോൾഡർമാരാണ് ഈ ഹർജിക്കാർ. സെനറ്റിലേക്ക് VC നോമിനേറ്റ് ചെയ്ത 2 പേർ റാങ്ക് ഹോൾഡർമാരാണ്. മറ്റ് 2 പേർ കലാ, കായിക മേഖലകളിൽ മെഡൽ ജേതാക്കളുമാണ്. അത്തരത്തിൽ വലിയ സംഭാവന നൽകിയവരെ തള്ളിക്കൊണ്ടാണ് തീർത്തും യോഗ്യതയില്ലാത്ത മറ്റ് 4 പേരെ അവർ ABVP ഭാരവാഹികളാണ് എന്ന മാത്രം യോഗ്യത കണക്കിലെടുത്ത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ആ യോഗ്യത വെച്ച് ചാൻസലർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രധാന എതിർകക്ഷി ചാൻസലറായ ഗവർണർ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചാൻസലർക്ക് എന്താണ് പറയാനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി കേൾക്കും. യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ളത് കേൾക്കും, ഹർജിക്കാരുടെ വാദവും കേൾക്കും. അങ്ങനെ വിശദമായ വാദം കേൾക്കലിലേക്ക് കോടതി ഇന്ന് കടക്കുകയാണ്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചിൽ 201ാമത്തെ ഇനമായാണ് ഈ ഹർജി കോടതി ഇന്ന് പരിഗണിക്കുന്നത്.